എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് വളരെ ക്രിസ്പിയായ കുരുമുളക് മുറുക്കിൻ്റെ റെസിപ്പിയാണ്. 10-15 മിനിറ്റ് മതി തയ്യാറാക്കിയെടുക്കാൻ. എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ആദ്യം മാവ് മിക്സ് ചെയ്തെടുക്കാം. അതിനായി 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നൂൽപുട്ടുണ്ടാക്കുന്ന പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പിടാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഇതിലേക്ക് തരിതരിപ്പായി പൊടിച്ച കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടാം. ആദ്യം നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് മുറുക്കായതുകൊണ്ട് മുളക് പൊടി ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കുരുമുളകിൻ്റെ എരിവ് തന്നെ ഉണ്ടാകും. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടാക്കിയ എണ്ണയോ വെണ്ണയോ ഒഴിക്കാം. ഞാനിവിടെ വെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. മാവും വെണ്ണയായിട്ട് നന്നായി മിക്സ് ആവണം. അങ്ങനെ ആകുമ്പോഴാണ് മുറുക്ക് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ചെറിയ ഉരുള പിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. മാവും വെണ്ണയും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് കുറച്ച് ലൂസായി കുഴച്ചെടുക്കാം. നല്ല കട്ടിയുള്ള മാവാണെങ്കിൽ മുറുക്ക് പിന്നെയും ബലമാകും. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെയാകണം, വല്ലാതെ ടൈറ്റ് ആവണ്ട. ഇനി 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിന് ശേഷം മുറുക്കുണ്ടാക്കാം. ചിലപ്പോൾ മാവ് കുറച്ച് കട്ടിയാകും. മാവ് ഇപ്പോഴും സോഫ്റ്റാണ്. ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് മുറുക്കുണ്ടാക്കിയെടുക്കാം. ഏതുതരം മച്ചില വേണമെങ്കിലും ഉണ്ടാക്കാൻ. ഞാൻ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് പിഴിയാം. മാവ് അത്യാവശ്യം ലൂസാണെങ്കിൽ പിഴിയുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു സൈഡ് നല്ല ക്രിസ്പി ആകുന്നവരെ വറക്കാം. എന്നിട്ട് തിരിച്ചിട്ടാൽ മതി, ഇല്ലെങ്കിൽ മുറുക്കെല്ലാം പൊട്ടിപ്പോകും. തിരിച്ചിടാം. ഒന്നുകൂടി തിരിച്ചിടാം. ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി, എന്നാലാണ് നല്ല ക്രിസ്പിയായിട്ട് കിട്ടുള്ളൂ. അപ്പം അതൊക്കെ നന്നായി അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെടുക്കാം. ഒന്ന് ഉടച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി വറുത്തെടുക്കാം. കറിവേപ്പില നല്ല ക്രിസ്പി ആക്കണം. റെഡി ആയിട്ടുണ്ട്. എടുക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ച കറിവേപ്പില കൂടി ഇടാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മുറുക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.